അമ്മ എന്ന് പറയുന്ന എൻ്റെ സ്വപ്ന സംഘടനയാണ്. 10 വർഷമായി ഞാൻ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് നിൽക്കുകയാണ്. ഇപ്പോഴും ഞാൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ചീത്ത പേരൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇതിരാനി എന്നെ കുറിച്ചൊരു ചീത്തപ്പേര് ഉണ്ടാക്കിയാലല്ലേ പറയാൻ പറ്റുള്ളൂ. ഒരു ബാഡ് മാർക്ക് നിങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. ഓക്കെ, ഇത് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഇമോഷണൽ ആണ് ഇത് ശരിക്കും. കാരണം പറഞ്ഞാൽ ഒന്ന്, ഞാൻ നിൽക്കുന്ന പ്രതലം, ഈ ബോട്ട് അല്ലെങ്കിൽ ഈ ഷിപ്പ്, ഞാൻ പറയുന്നത് ഇതൊരു ടൈറ്റാനിക് ആണ്. കാരണം ഇത് ഒരു പറമ്പിൽ പണി തുടങ്ങുന്നത് മുതൽ, അതായത് ഒരു സ്റ്റീൽ വെച്ചിട്ട് ഇതിന്റെ ഫസ്റ്റ് ഫ്രെയിം ഉണ്ടാക്കുന്നത് മുതൽ ഞങ്ങളുടെ സ്വപ്നമായിരുന്നത് തൊട്ടടുത്തുള്ള തുരുത്തിൽ. അന്ന് നിഷി എന്നെ കെട്ടിപ്പിടിച്ചും ഫോണിൽ കരഞ്ഞിട്ടുണ്ട്. അത്രയും പല ആൾക്കാരും ഉപദ്രവിച്ചിട്ടുണ്ട് ഇത് സംഭവിക്കാതിരിക്കാൻ. ഇതിന്റെ ഉദ്ഘാടന ദിവസം കേന്ദ്രമന്ത്രിയാണ് ഞാൻ സുരേഷ് ഗോപി ചേട്ടൻ്റെ അടുത്തൊക്കെ കൊണ്ടുപോയിട്ടുള്ള പല ആവശ്യത്തിനും. കേന്ദ്രമന്ത്രി ചെയ്യുന്ന സമയത്ത് പോലും ഇത് മുടക്കാൻ വേണ്ടി പലരും വന്നിട്ടുണ്ട്. ഞാൻ ഇത് സംസാരിക്കുന്നത് മറ്റൊന്നുമല്ല. പിന്നെ എന്റെ വിളിച്ച ഈ ബാബു ചേട്ടനാണ് അമ്മ എന്ന് പറയുന്ന എൻ്റെ സ്വപ്ന സംഘടനയായിരുന്നു. 10 വർഷമായി ഞാൻ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് നിൽക്കുകയാണ്. ആദ്യമായിട്ട് ഇലക്ഷനും നിർത്തി. ഇപ്പോഴും ഞാൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ചീത്ത പേരൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇതിരാനി എന്നെ കുറിച്ചൊരു ചീത്തപ്പേര് ഉണ്ടാക്കിയാലല്ലേ പറയാൻ പറ്റുള്ളൂ. ഒരു ബാഡ് മാർക്ക് നിങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. ഓക്കെ, പക്ഷെ ഒരു വാക്ക് പോലും എന്നെ കുറിച്ച് പറഞ്ഞിട്ടുമില്ല. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് പറയിപ്പിച്ചിട്ടുണ്ട്. ഇനി ബാബുരാജ് എന്ന് പറയുന്നത്, ബാബുരാജ് ഏട്ടൻ, ഞങ്ങളൊരു ഇടവകയാണ്, ഒരു കോളേജാണ്, എൻ്റെ സീനിയറാണ്. അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ എനിക്ക് നട്ടലുണ്ടാക്കി തന്ന ഒരാളാണ്. അപ്പോൾ ഇവരൊക്കെ വിളിച്ചാൽ ആ വിളിപ്പുറത്ത് ഞാനുണ്ടാവും. കാരണം എന്നെ ഞാനാക്കിയ ആൾക്കാരാണ് ഇവിടെ നിൽക്കുന്നത്. ഇനി നാദർഷ എന്ന് പറയുന്ന ഒരാള് കാരണമാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. മിനി സ്ക്രീൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോയത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന് ഒന്നുമല്ലാത്ത സമയത്ത് അദ്ദേഹത്തിന്റെ കാറിൽ എന്നെ കൊണ്ടുപോയിട്ട് ഏഷ്യാനെറ്റിന്റെ ഫ്രെയിമിൽ കൊണ്ടുപോയി. പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അപ്പൊ അത്ര ഇമോഷണൽ ആയിട്ടുള്ള ആൾക്കാരോട് ഇരിക്കുമ്പോൾ, കാരണം ശരിക്കും ഞാൻ അമ്മയിലെ മരണസഹായ സമിതിയിലാണ് വർക്ക് ചെയ്യുന്നത്. 10 വർഷമായി. ഇവിടെ സോഹൻ സീനുലാൽ ഉണ്ടായിരുന്നു. ഏതൊരു മരണം നടക്കുമ്പോഴും ആദ്യം എത്തുന്ന മുഖം, നമുക്ക് കല്യാണം, ആർഭാടം, ഫിലിം അവാർഡ്സിനൊക്കെ എല്ലാവരും മുന്നിലുണ്ടാവും. പെട്ടെന്നായിരിക്കും അറിയുന്നത്. പക്ഷെ ആ സമയത്ത് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നിട്ടുള്ള ഫെഫ്കയുടെ നെടുന്തൂണായിട്ടുള്ള ഒരാളാണ് സോഹൻ സീനുലാൽ. ഇവിടെ ഉണ്ടോന്ന് അറിയില്ല. അദ്ദേഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും, കാരണം 10 വർഷം കൊണ്ട് ഒരുപാട് മരണങ്ങൾ ഞാൻ കണ്ടു മലയാള സിനിമയിൽ. ശരിക്കറിയാം, APS ലളിതചേച്ചിയുടെ മരണയാത്രയിൽ ബാബു ചേട്ടനും പ്രിയങ്കയും തലേ ദിവസം ബാബുരാജും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സത്യസമമായിട്ട് പറയുകയാണെങ്കിൽ ആ യാത്രയിലെല്ലാം ഒരു നെടുന്തൂണായിട്ട് എല്ലാം, വെള്ളത്തിന് വരെ ഒരു ക്ഷാമം ബുദ്ധിമുട്ടുണ്ടാക്കാത്തുള്ള ഒരാളാണ് സോഹൻ സീനുലാൽ. അദ്ദേഹത്തിന് ഞാൻ ഈ കഴിഞ്ഞ ശ്രീനേട്ടം മരിച്ചപ്പോഴും ധൈര്യം സോഹൻ സീനുലാൽ അവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യമായിട്ടൊരു പുരസ്കാരം കിട്ടുന്നത് വെള്ളിമൂങ്ങ എന്ന് പറയുന്ന ഒരു സിനിമയിലാണ്. ഏഷ്യാനെറ്റിന്റെ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് അത് കിട്ടാൻ, അത് ഞങ്ങൾ ഒരുമിച്ചുണ്ടാക്കിയ സിനിമയാണ്. അതിന്റെ സംവിധായകൻ ജിബു ജേക്കബ് ഉണ്ട്. അപ്പോൾ എല്ലാം എൻ്റെ ജീവിതത്തിൽ വളരെയധികം കണക്ക് ഒരു മൈൽ സ്റ്റോൺസ് ആണ്. മൈൽ സ്റ്റോൺസ് ചാനലല്ല ഞാൻ ഉദ്ദേശിച്ചത്, എൻ്റെ ജീവിതത്തിലെ നാഴികക്കല്ലുകളാണ്. അവരുടെ ഇടയിൽ നിന്നും എനിക്ക് ഈ ഒരു ഭയങ്കര ഇമോഷണലാണ്. നമ്മൾ എല്ലാവരും ഇവിടം വരെ എത്തിയല്ലോ. ഒന്നുമില്ലായ്മയിൽ നിന്നും വന്നിട്ടുള്ളവര് അവരൊന്നിക്കുന്നു. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. എന്തായാലും നവാസിന്റെ പേരിലായതുകൊണ്ട്, നവാസിനെ എനിക്ക് അവസാനമായിട്ട് എനിക്ക് കാണാൻ സാധിച്ചത് ഞങ്ങൾ ഒരുമിച്ച് ഇതുപോലെ സ്റ്റേജിൽ ഒരുപാട് വിദേശ യാത്രകൾ നാദർശിക്കുകയും ഞാനും നവാസൊക്കെ കൂടി ഒരുമിച്ച് ഒരുപാട് പരിപാടികൾ ചെയ്തിട്ടുള്ളതാണ്. ആ നവാസിന്റെ പേരിൽ ഒരു അവാർഡ് തെരഞ്ഞെടുത്തതിന് ജൂറി അംഗങ്ങൾക്ക് ഞാൻ പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ്. ഞങ്ങളിലുള്ളവരെ കൂടി അംഗീകരിച്ചതിന് ജൂറിക്ക് പ്രത്യേക നന്ദി അർപ്പിക്കുകയാണ്.